ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. ഉച്ചക്കത്തെ കാര്യങ്ങളും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിസ്സൻ്റെ ടേസ്റ്റെല്ലാം കിട്ടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണുക, അതും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതുപോലെ തന്നെ അടിച്ച് വാരൽ, അലക്കൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മീൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അയിലയും പിന്നെ മീനിൻ്റെ മുട്ട കിട്ടിയിരുന്നു. നല്ല മത്തിൻ്റെ മുട്ട സഫാരിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, സഫാരി മാളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഐസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ വെള്ളം തിളക്കാനായിട്ടുണ്ട്. ഇനിയിതാ അരി ഒന്ന് കഴുകിയിട്ടുണ്ടോ. പിന്നെ ഞാനിന്ന് ചോറും കറി ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയും പിന്നെ അയില മുളകിട്ടതും മീനിൻ്റെ മുട്ട പൊരിച്ചതും പിന്നെ കാബേജ് വറവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരിയിട്ട് ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കണം. ഇതിൽ ഞാൻ ഇങ്ങനത്തെ ചോറും കറി ഉണ്ടാക്കുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കും. സാമ്പാറും ഇറച്ചിക്കറി ആണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കില്ല കേട്ടോ. ഇനി ഇത് അടുത്തതായിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ചിക്കൻ പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് മാവ് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പിസ്സ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സാക്കിയിട്ട് സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നില്ല, അപ്പോൾ അതിനേക്കാളും കുറച്ച് അയവോട് കൂടിയിട്ട് ഇത് കുഴച്ചെടുക്കണം. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ മാവ് നമ്മൾ പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടാനായിട്ട് നല്ല സോഫ്റ്റ് പിസ്സയാണ് കിട്ടാൻ. ഇനി ഈ മാവിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 3 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ പിസ്സക്കുള്ള മാവിട ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വൈകുന്നേരം തുറന്ന് നോക്കാം. ഇനി മീനിൻ്റെ മുട്ടയിലൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ നല്ല വൃത്തിയേടായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നല്ലോണം മുട്ട കിട്ടുന്നുണ്ട് കേട്ടോ മീനിൻ്റെ. സഫാരിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വാങ്ങിന്. അപ്പോൾ നല്ല മുട്ടേനു പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഞാൻ വിചാരിച്ചത് അങ്ങനെ നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേങ്കിൽ പൊരിച്ചാൽ നല്ല ടേസ്റ്റ്. നമ്മൾ നാട്ടിൽ നിന്നെല്ലാം ഫ്രഷ് മീനിൻ്റെ മുട്ട പൊരിക്കുന്നില്ല, അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടീന്. അന്നങ്ങനെ വാങ്ങിയാലോ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് കണ്ടിട്ട് പിന്നെ ഞാനെന്താക്കി രണ്ടാമതും ഇതുപോലെ വാങ്ങിയതാണ്. മരക്കാരോട് ഞാൻ അങ്ങനെ പറഞ്ഞു മീനിൻ്റെ മുട്ട ഉണ്ടെങ്കിൽ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ചോറിന് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുണ്ടെങ്കിൽ പിന്നെ തനിയെ ചോറ് പോവുകയും ചെയ്യില്ല. മീൻ പൊരിച്ചതിനെ കാട്ടിയും മീനിൻ്റെ മുട്ട പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീനിൻ്റെ മുട്ട ഞാൻ വൃത്തിയാക്കിയിട്ടെടുത്ത് ഇനിതാ ഈ അയില വൃത്തിയാക്കണം. ഇത് അയില പാരയാണ് കേട്ടോ, നല്ല മീനാണ്. പിന്നെ മീൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് പിന്നെ എനിക്ക് മീൻ മുറിക്കേണ്ട പണിയൊന്നും ഉണ്ടായിട്ടില്ല. മുട്ട വൃത്തിയാക്കേണ്ട കുറച്ച് നേരം ആ പണി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് നേരം നിന്നുള്ളൂ. അങ്ങനെ ഞാനിതാ മീനെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പരിപ്പ് കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടില്ല, തേങ്ങ അരക്കാണ്ട് വെക്കുന്നതാണ്. മരക്കൊക്കെ ഇഷ്ടമല്ല തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന്. എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ചൊരു മാറ്റമുണ്ട് കേട്ടോ. അന്ന് ഉണ്ടാക്കിയത് വേറെ, ഇന്ന് ഉണ്ടാക്കുന്നത് വേറെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയത്. ഞാൻ സാധാരണ വെറും ചോറിനെല്ലാം ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. അന്നുണ്ടാക്കിയ പരിപ്പറി പിന്നെ നെയ്ച്ചോറിന് പറ്റിയ കറിയാണ്. അങ്ങനെ പരിപ്പിത ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചെറിയ കഷ്ണം ഉള്ളി പിന്നെ തക്കാളി പച്ചമുളക് കറിവേപ്പില പിന്നെ ലേശം മുളക് പൊടിയും കുറച്ച് അധികം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. വലിയ പണിയൊന്നുമില്ല. ഇനി വെളുത്തുള്ളി ഇതിൻ്റെ തന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് കാച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. കടുക് ഇട്ടിട്ട് കാച്ചില്ല, അന്നേരം അതിലേക്ക് ഇട്ടിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. തേങ്ങ അരച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എടുക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ പരിപ്പ് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി മുളക് ഉണ്ടാക്കണം. അപ്പോൾ മുളക് ഞാൻ പറഞ്ഞില്ല വാട്ടിയിട്ടും വെക്കലുണ്ട് വാട്ടാണ്ട് വെക്കലുണ്ട്. ഞാനിപ്പം വാട്ടാണ്ടാണ് വെക്കുന്നത്.
ഉള്ളിയും തക്കാളിയെല്ലാം ഒരുമിച്ചിട്ട് ഇട്ടിട്ട് പിന്നെ എല്ലാം ഒന്ന് കലക്കിയിട്ട് അങ്ങനെ ഒഴിക്കലാന്ന്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിൽ കഷ്ണ ഉള്ളിയും പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നെ മുളകറിയിൽ മഞ്ഞൾപ്പൊടി ഇടാത്തത്. ഞാൻ ഇടലില്ല കേട്ടോ. ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ പുളിൻ്റെ വെള്ളം, പുളി പിഴിഞ്ഞ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കുക. ഈ മുളകറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന് കേട്ടോ. അത് അയക്കൂറ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ ഇതാ മുളകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ ചൂടായിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച ഈ മുളകറിൻ്റെ കൂട്ടില്ല അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളക്കുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുക. പിന്നെ ഈ മുളകറി അങ്ങനെ കൂടുതൽ വെള്ളം പോലെ ആക്കണ്ട, കുറച്ചൊരു ടൈറ്റിലാക്കി എടുത്താൽ നല്ല രസമാണ് കേട്ടോ. കുറേ വെള്ളം പോലെ ആക്കി എടുത്താൽ പിന്നെ എന്താ പറയുക, നമ്മൾ ചോറിനെല്ലാം കൂട്ടുന്ന സമയത്ത് അത്ര ഇതുണ്ടാവില്ല, കളർ കിട്ടില്ല. അപ്പോൾ കുറച്ച് ടൈറ്റാക്കിയിട്ട് എടുക്കാൻ നോക്കാം. അങ്ങനെ നമുക്ക് മുട്ട പൊരിക്കാം. മുളകിട്ടാർന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീനിൻ്റെ മുട്ട പൊരിക്കാനിടാം. അപ്പോൾ ഞാൻ മീനിൻ്റെ മുട്ടയിലേക്ക് പിന്നെ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതാ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് നമ്മൾ കറിയുടെ ആയിട്ടുണ്ട്. ഇനി മീനിൻ്റെ മുട്ട പൊരിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പരിപ്പ് കറി പിന്നെ അതിനല്ല, അപ്പോൾ അതിൽ ചട്ടി വെച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതാ ഞാൻ ഒരല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 2 ഇട്ട് കൊടുത്ത്, വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 1. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതാ ഇതിലേക്ക് ഈ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സായി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളവരാനാകുന്ന സമയത്ത് ഇതിൻ്റെ തീ ഓഫായി കൊടുക്കുക. അങ്ങനെ ഇതാ പരിപ്പ് കറിയും ഇവിടെ റെഡിയായി. ഇനി മീനിൻ്റെ മുട്ട പൊരിക്കണം. അപ്പോൾ ഞാൻ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ടയിൽ മുളക് വരക്കുന്ന സമയത്ത് ഇതിലങ്ങനെ പിടിച്ചിട്ട് കാണൂലല്ലോ. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സായി കിട്ടും കേട്ടോ. പിന്നെ ഈ മുട്ടയിൽ മുളകെല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് വരും. ഞാനിപ്പോൾ ഇതിൽ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതാ മിക്സാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ക്യാബേജ് വറവ് ഉണ്ടാക്കണം. അപ്പോൾ ക്യാബേജ് മുറിച്ചെടുക്കണം. എനിക്ക് മുമ്പൊന്നും ഈ ക്യാബേജ് മുറിക്കുന്ന തീരെ അറിയില്ല കേട്ടോ. പിന്നെ അങ്ങ് ശരിയായി. ഇപ്പം നല്ല ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്, നല്ല നാരങ്ങനായിട്ട് തന്നെ പിന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മുമ്പൊന്നും എനിക്കങ്ങനെ ക്യാബേജ് മുറിക്കാനേ അറിയില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഇതാ നമ്മളെ മീനിൻ്റെ മുട്ടയിൽ മുളകെല്ലാം പിടിച്ചിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്യാബേജിലേക്ക് കഷ്ണ ഉള്ളി പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സായി കൊടുക്കുക. ഞാൻ ഇതിൽ വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിതാ മിക്സാക്കി വെച്ച ഈ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാബേജ് വറവെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി, അത് ബ്ലോഗിൽ തന്നെയാണ്. ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നേരം പിന്നെ ഈ ഒരു ക്യാബേജ് വറവിൻ്റെ റെസിപ്പിയെല്ലാം അതിൽ കാണിച്ചിന് കേട്ടോ. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി. ഇനി ഇതാ പാത്രം കഴുകണം, പിന്നെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഞാൻ ചിക്കന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിസക്ക് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം കഴുകൽ പരിപാടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ മത്തിൻ്റെ മുട്ടയല്ല, അതുകൊണ്ട് പിന്നെ കിച്ചൺ എന്തായാലും നല്ലൊരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് സോപ്പിട്ട് വൃത്തിയാക്കിയിട്ടാണ് കിച്ചണ് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ സാധാരണ മീൻ മുറിക്കുന്ന ദിവസം ഒന്ന് മൊത്തം സോപ്പിട്ട് കഴുകും കേട്ടോ. ഇവിടെ സിങ്കും പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് സോപ്പിടും. പിന്നെ കിച്ചണിലൊന്നും തുടച്ചിട്ടില്ലാന്ന് ഞാൻ കയറൽ. അങ്ങനെ ഞാൻ അടുപ്പും സിങ്കും പിന്നെ കൗണ്ടർ ടോപ്പെല്ലാം സോപ്പിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് തുടക്കണം. പിന്നെ നമ്മൾ ഈ കിച്ചണെല്ലാം വൃത്തിയാക്കിയിട്ട് ചോറെല്ലാം കഴിഞ്ഞാൽ ചെറുങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ കിച്ചണിൽ, ഈ സിങ്കിൻ്റെ ഭാഗത്തെല്ലാം. അപ്പോൾ പിന്നെ അങ്ങനെ കിച്ചണ് മീനൊന്നും മണക്കൂല. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. മീൻ മുറിക്കുന്ന ദിവസം നല്ല സ്മെല്ലെല്ലാം ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും.
അങ്ങനെ എൻ്റെ കുളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി ഇതാ ഞാനും മക്കളും ചോറ് തിന്നാൻ പോക്കാന്ന്. അപ്പോൾ നല്ല ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്ക്. നല്ലൊരു കോമ്പിനേഷൻ ഫുഡാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പരിപ്പ് കറിയും പിന്നെ നല്ല അയില മത്തി അങ്ങനെ മുളകിട്ടതും പിന്നെ ഈ മീനിൻ്റെ മുട്ട പൊരിച്ചതും ക്യാബേജ് വറവെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ചോറ് തിന്നാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചാറും മുളകട്ടിയും പിന്നെ വറവെല്ലാം കുഴച്ചിട്ട് ഇങ്ങനെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോറ് നല്ല കഴിഞ്ഞിട്ട് പിന്നെ ഇനി വൈകുന്നേരത്തെ പിസ്സൻ്റെ പണിയുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ചോറ് കഴിഞ്ഞ പാടെ തന്നെ ഇറങ്ങിയിട്ടൊന്നുമില്ല. കുറച്ച് നേരം ഇരുന്ന് പിന്നെ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി അതിന് റിപ്ലൈ കൊടുത്ത് എന്നിട്ടെല്ലാം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ പിസ്സക്കുള്ള ചിക്കൻ ഇതാ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്തിയെടുക്കാം. ഞാൻ നല്ല ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക റൗണ്ടാക്കിയിട്ട് എടുക്കുന്നതല്ല, ഞാൻ ഒരു കോൺ ഷേപ്പിലാണ് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നല്ല ചെറിയ പീസാക്കിയിട്ട് തന്നെ ചിക്കൻ എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ചിക്കന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഇതാ ക്യാപ്സിക്കം പിന്നെ ഉള്ളിയും വേണം. ഒരു ഉള്ളി മതി, പക്ഷേ ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടൊന്നും വേണ്ട. ഇനി ഈ ചിക്കൻ നമുക്ക് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1.5 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം പൊട്ടും. ആ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മസാലയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചിക്കന് എത്രയാണ് എടുത്തതെന്ന് പറയാൻ വിട്ടുപോയി. അത് ഞാൻ 300 ഗ്രാമാണ് എടുത്തത്. 300 ഗ്രാം ചിക്കനാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പുളിനാരങ്ങൻ്റെ പകുതി നീര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും. അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാപ്സിക്കം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിസ്സ സോസാണ്. ഈ ഒരു പിസ്സ സോസ് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിനി, പക്ഷേ ഇത് മുളക് അരച്ചിട്ടൊന്നുമല്ല, ഇത് കെച്ചപ്പും പിന്നെ ഒറിഗാനോ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് അതിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പിസ്സ സോസ്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ മാവിത ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ പരത്തിയെടുക്കാം. നമുക്ക് ഈ മാവ് രണ്ടാക്കിയിട്ടെടുക്കാം. നേരെ പകുതിയാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ആ ഒരു ഷേപ്പിലും ആക്കിയിട്ട് എടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് വെലങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്. കൈ കൊണ്ട് ആദ്യം ഇതുപോലെ നല്ലോണം പരത്തിയതിന് ശേഷം കോയിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. പിന്നെ പരത്തുന്ന സമയത്ത് നന്ന തടിയുമാക്കണ്ട, നന്ന നിറങ്ങനെയാക്കണ്ട. പിസ്സൻ്റെ ബേസിനേക്കാളും കുറച്ച് നിറങ്ങന. നമുക്കിത് ഇതാ ഈ നടുക്കുന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 2 ഭാഗമായില്ല. എന്നിട്ട് ഒരു ഭാഗത്ത് ഈ ഒരു മിഡിലിൽ കുറച്ച് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണേ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്, ഓറഞ്ചും പിന്നെ യെല്ലോ ഗ്രീന്. എന്നിട്ട് അതിൻ്റെ മേലെ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ സമൂസൻ്റെ എല്ലാം ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ റൗണ്ടാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിന് ഒരു ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ. ബേക്കിംഗ് ട്രേയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
പിന്നെ ഞാൻ ആദ്യത്തേൽ മേലേൽ ചീസ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാമത്തേൽ ഞാൻ ഏറ്റവും മേലെ ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പിന്നെ ഓവൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് റൗണ്ട് പാത്രം ഉണ്ടാവില്ല, ചെമ്പുണ്ടാവില്ല, അതിൽ നമ്മൾ സാധാരണ കേക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 4 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെള്ളമാണ്, ഓയിലല്ല. വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ റെഡ് ചില്ലി ഫ്ലെക്സ് ഇല്ല, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ക്യാപ്സിക്കം മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ വെലുങ്ങനാക്കണമെന്നില്ല, ചെറുങ്ങനാക്കിയാലും നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ പിന്നെ എത്ര വണ്ണത്തിലാണോ ആക്കേണ്ടത് അങ്ങനെല്ലാം ആക്കിയിട്ടെടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവണിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 160 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഓരോ ഓവണിന് ഓരോ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ജ്യൂസല്ല ഉണ്ടാക്കുന്നത്, നന്നാറി സോഡ സർബത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പുറത്തുനിന്നെല്ലാം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന നന്നാറി സോഡ സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പുളിനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നന്നാറി സിറപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നല്ല തണുത്ത സോഡയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കണമെന്നില്ല, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിത് വെറും വെള്ളത്തിലിങ്ങനെ നമ്മൾ സാധാ വെള്ളം ഉണ്ടാവില്ല, അതിൽ കലക്കിയിട്ട് ഒഴിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ സോഡയിൽ ആക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടിന് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പിസയുടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പിസ്സ സോസൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിലാണ് ഞാൻ ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള തോർത്ത് എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറോളം, അതായത് 15 മിനിറ്റ് ആയാലും മതി. എന്നിട്ട് കുറച്ച് സമയം കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കാനെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ പിസ്സ കിട്ടും. അങ്ങനെ നമ്മൾ പിസ്സ എല്ലാം കഴിച്ച് ഇതാ പിന്നെ മയർഫ്ക വന്നതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പോയത് മെഗാമാളിലാണ്. മെഗാമാളിൽ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ, ഞാൻ മിഞ്ഞാന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മയർഫ്കക്ക് ഷൂ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിന് ഒരു സൈസ് വലുതായി പോയിന്ന്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അന്ന് ഞാൻ സിറ്റി സെൻറ്ററിൽ നിന്ന് എടുത്തത്. പക്ഷേങ്കിൽ അവരെ ഷോപ്പ് ഇവിടെയും കൂടിയുണ്ട്, അവരുടെ ഷോറൂം ഇവിടെയും കൂടിയുണ്ട്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾ മെഗാമാളിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷൂവും പിന്നെ കറക്റ്റ് സൈസെല്ലാം കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇടത്തേക്ക് വന്നതെന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഷൂ എല്ലാം വാങ്ങിയിട്ട് പിന്നെ അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് സാധനമെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.